കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന പ്രതിഷേധത്തിനിടെ KSU പ്രവർത്തകർ ആരോഗ്യമന്ത്രിയെ ആക്രമിച്ചുവെന്ന് തെളിയിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഹാജരാക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിനും യൂത്ത് കോൺഗ്രസിനുമെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി വസീഫ് രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവിന്റെ മുട്ടുകാൽ തല്ലിയൊടിക്കുന്നവർക്ക് ഡിവൈഎഫ്ഐ ഇനാം പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യുമെന്നാണ് വസീഫ് ചോദിക്കുന്നത്. അപ്പോൾ ദൃശ്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന് മർദ്ദനമേറ്റിട്ടില്ലെന്ന് പറയുമോ എന്നാണ് വസീഫിന്റെ മറുചോദ്യം. ബഹുമാനത്തോടുകൂടി പറയട്ടെ, ഞങ്ങളൊരു ഇനാം തിരിച്ചങ്ങ് പ്രഖ്യാപിച്ചാലോ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ മുട്ടുകാല് ദൃശ്യങ്ങളില്ലാതെ തല്ലിയൊടിച്ചു വരുന്നവർക്ക് ഞങ്ങളൊരു ഇനാം പ്രഖ്യാപിച്ചാലോ? ഈ കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിക്കുമോ? ദൃശ്യങ്ങളില്ലാതെ പ്രതിപക്ഷ നേതാവിനെയും ഈ യൂത്ത് കോൺഗ്രസുകാരെയും ഒക്കെ ആക്രമിക്കാൻ പറ്റുമോ? ആ സമയത്തും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസുകാർ ദൃശ്യങ്ങളില്ല, അതുകൊണ്ട് ഞങ്ങളുടെ നേതാവിന് മർദ്ദനമേറ്റിട്ടില്ല എന്ന് പറയുമോ? അവരിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷന്റെ കുഞ്ഞുങ്ങളെ കൊന്നതിന് തെളിവന്വേഷിച്ച് നടക്കുകയാണ്. അതിന്റെ തെളിവുകളായിരിക്കും വേണ്ടിവരിക. അവരുടെ ഇനാം അവരുടെ തന്നെ കയ്യിൽ വെച്ചാൽ മതി. പ്രകോപനപരമായി കേരള സമൂഹത്തിൽ ഇടപെടരുത്. നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നതെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് എന്നായിരുന്നു വി വസീഫിന്റെ വാക്കുകൾ. അതേസമയം KSU പ്രതിഷേധത്തിനിടെ കഴുത്തിന് പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിലായിരുന്ന മന്ത്രി വീണ ജോർജ് ഇന്ന് പുലർച്ചെ 4 മണിക്ക് കാർ മാർഗം തിരുവനന്തപുരത്തേക്ക് മടങ്ങി. നില മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് ഡിസ്ചാർജ്. ഇന്നലെ രാത്രി ഓൺലൈനായി ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ മന്ത്രിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയിരുന്നു. രക്തസമ്മർദ്ദം ഉൾപ്പെടെയുള്ള സൂചനകൾ സാധാരണ നിലയിലെത്തി. മന്ത്രി തന്നെ ഡിസ്ചാർജ് ആവശ്യപ്പെടുകയായിരുന്നു. കഴുത്തിലെ കശേരികൾക്കിടയിലെ ഡിസ്കുകളിൽ രണ്ടിടത്ത് അമർന്നുള്ള സമ്മർദ്ദമാണ് പരിക്കിന് കാരണം. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടർ നിരീക്ഷണവും ചികിത്സയും ഉണ്ടാകും. ശരീരവേദന തുടരുന്നുണ്ടെങ്കിലും യാത്രയ്ക്ക് തടസ്സമില്ല എന്നാണ് മെഡിക്കൽ ബോർഡിന്റെ ഏറ്റവും പുതിയ വിലയിരുത്തൽ.